വേണു ശ്രീ ഉല്ലാസ് ബാബു സേനാപതി വേണു പറയുന്നത് അത് പൊതുവെയുള്ള ഒരു നറേറ്റീവായിട്ട് വരുന്നതാണ്. ഒരു സംശയം, അത് പാർട്ടി അണികളിൽ പോലും അങ്ങനെ ഒരു സംശയം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടല്ലോ. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വളർന്നു വന്ന നേതാവല്ല ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. കോൺഗ്രസിന്റെ ഈ വിമർശനത്തിലുള്ള മറുപടി എന്താണ്? ശ്രീ മഞ്ജുഷ്, നമ്മൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ എല്ലായിടത്തും അനിവാര്യമാണ്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയപ്പെടുന്നുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ നിശ്ചയിക്കപ്പെട്ട പോലെ തന്നെ പോകണമെന്നുള്ളത് ബി ജെ പിക്ക് താല്പര്യമില്ലെങ്കിലോ? ബി ജെ പിയെ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ബി ജെ പിയുടേതായിട്ടുള്ള സിസ്റ്റമുണ്ട്. സെപ്റ്റംബറിൽ മുതൽ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് ബൂത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, പഞ്ചായത്ത് ആയിക്കോട്ടെ, ഏരിയ ആയിക്കോട്ടെ, മണ്ഡലമായിക്കോട്ടെ, ജില്ലയായിക്കോട്ടെ, അതിനുശേഷം സംസ്ഥാനമായിക്കോട്ടെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് ദേശീയ അധ്യക്ഷനടക്കമുള്ള ഒരു 6 മന്ത് പ്രോസസ്സായിട്ട് ഇത് മുന്നോട്ട് പോകുന്നതാണ്. അത് കൃത്യമായിട്ട് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ കൃത്യമായി അവലോകനം നടത്തി അതിന് വേണ്ടുന്ന സ്ട്രാറ്റജി ഉണ്ടാക്കി ആരെ വേണമെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ ഭാവി, അതാണ് ഞങ്ങളുടെ ഭാവി പ്രവർത്തനത്തിന് ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം, ഞങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെ ഏത് ആളിലൂടെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള എല്ലാവിധ അധികാരവും ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ ദേശീയ സംസ്ഥാന നേതൃത്വം ഒരുമിച്ചിരുന്ന് തീരുമാനമെടുത്ത് ആ വ്യക്തിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് ബഹുമാനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അത് ഏറ്റെടുത്തിരിക്കുന്നു. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് ഇന്നലെയും ഇന്നും ഒരു പരിധിവരെ മിനിഞ്ഞാന്നും 3 ദിവസത്തോളം എന്തുകൊണ്ട് ചർച്ച ചെയ്തു? ആ ചർച്ചകളാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് മഞ്ജുഷ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങളുടെ ഒരു ശൈലി തന്നെയാണ് ഈ കാണുന്നതും. നിങ്ങളടക്കം ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, പലരും ഈ മാറ്റത്തെ ഭയപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾ ഈ തലത്തിൽ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് ഭയപ്പെടുന്നു എന്നാണ് 100% ശരിയല്ല. ഇവിടത്തെ കൃത്യമായിട്ട് ഞാൻ പറയാം, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ മഞ്ജുഷ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യൂ ആയിട്ട് അദ്ദേഹം പറഞ്ഞത്? ഇവിടുത്തെ യുവജനങ്ങളും അവരുടെ ടാലൻറ്റിനെയും ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഇവിടുത്തെ യുവജനങ്ങളും ടാലൻറ്റുകളും ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അവരെ കൃത്യമായി കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൃത്യമായി വരികയുള്ളൂ. നാടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലാണ് കൂടുതൽ പാർട്ടി ഇടപെടുകയും പാർട്ടിയുടെ ശൈലി അങ്ങനെ അനുസരിച്ച് മാറ്റുകയും അതിൻ്റെ നയം അതനുസരിച്ച് നിശ്ചയിക്കുകയും അതുപോലെ തന്നെ അതനുസരിച്ച് അതെങ്ങനെ ഞങ്ങൾക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന രീതിയിലേക്കുള്ള പ്രവർത്തന ശൈലിയായിരിക്കും. രാഷ്ട്രീയത്തിൽ ചില അധികാരത്തിൽ എത്തുന്ന ഒരു സമയത്തല്ലേ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ ശ്രീ ഉല്ലാസ് ബാബു, അതല്ലാതെ പ്രസംഗങ്ങളിലൂടെ മാത്രമല്ലേ ബാക്കിയുള്ളവ വരികയുള്ളൂ? ഇല്ലല്ലോ സർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ കൃത്യമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 2 മന്ത്രിമാരുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിലൂടെ മാത്രമാണ് സർ അവരെ അധികാരത്തിലേക്ക് എത്താനും ഞങ്ങൾക്ക് സാധിക്കും. സ്വാഭാവികമായിട്ട് സംസ്ഥാന BJP ഇതുവരെ സ്വീകരിച്ചിരുന്ന ലൈനിൽ നിന്ന് മാറ്റി ഒരു മാറ്റം വേണമെന്ന് കേന്ദ്രം ആലോചിച്ചിരിക്കുന്നു, കേന്ദ്രം ചിന്തിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പാർട്ടി എന്ന് പറയപ്പെടുന്നത് റിലേ അല്ലേ. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ 5 വർഷം കഴിഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങൾ കെ സുരേന്ദ്രൻ അധികാരത്തിൽ കയറി 6 മാസം കഴിഞ്ഞപ്പോഴേക്കും മാറ്റാൻ തുടങ്ങിയതല്ലേ. അതിന് മുന്നേ മുരളിയേട്ടനുള്ള സമയത്തും കുമ്മനം രാജേട്ടുള്ള സമയത്തും ശ്രീധരൻപിള്ള സാറുള്ള സമയത്തും CKP ഉള്ള സമയത്തും കൃഷ്ണദാസേട്ടുള്ള സമയത്തൊക്കെ നിങ്ങളിങ്ങനെ 6 മാസം കഴിയുമ്പോൾ മാറ്റി തുടങ്ങിയവരല്ലേ. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ നിശ്ചയിച്ച രീതിയിൽ ആകണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരേണ്ടത് നിങ്ങൾക്ക് നിർബന്ധിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ശൈലിയുണ്ട്, അതിൻ്റെതായ ഒരു സിസ്റ്റമുണ്ട്. ഒരു സംശയം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് ആക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം. ഞങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ എല്ലാ കൂടുതലുകളും അത് ഞങ്ങളും സമൂഹവും കൃത്യമായിട്ട് എടുത്തോ. ഇനി നിങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അദ്ദേഹം പരിപൂർണമായി പോസിറ്റീവാണ്. നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ